ഇന്ന് വൈകുന്നേരം 5:15 ഷോയ്ക്ക് കയറിയത്. ഐ ആം കാതിര മനസ്സിലായാണ്. പടത്തിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് ലിസ്റ്റ് എല്ലാം ഇവിടെ കൊടുത്തേക്കാം. പിന്നെ പടം കണ്ടതിൻ്റെ ടിക്കറ്റില്ലേ. പിന്നെ ഞാൻ കാണാതെ അഭിപ്രായം പറഞ്ഞത് വേണ്ട, ഇവിടെ വന്ന് ടിക്കറ്റും കൊടുത്തേക്കാം. ഗിരീഷിൻ്റെ മൂവീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രേമലു, മറ്റേ തണ്ണീർമത്തൻ. ഇത് പ്രേമലു പോലത്തെ ടൈപ്പല്ല, സിമ്പിൾ മൂവി, ബോറടിക്കാതെ നമുക്ക് 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിറങ്ങി പോരാം. വലിയ ഇൻവെസ്റ്റിഗേഷനോ വലിയ ഒരു ത്രില്ലറോ ഇതൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. ഒരു നോർമലായിട്ട് നസ്ലിൻ്റെ സാധാരണ കണ്ട പടങ്ങളിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് അതേ കുറച്ചുകൂടെ ഒരു പ്ലേയിൽ ഇൻവോൾവ് ആവും. സാധാരണ പുള്ളി ഒരു നോർമലായിട്ട് പോകുന്നതിൽ നിന്നും കുറച്ചുകൂടെ പ്ലേ ഇൻവോൾവ് ആയിട്ട് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റ് വൈസ് ഒരു ഹാക്കറിൻ്റെ കഥ അത്രേ ഉള്ളൂ. നമ്മൾ ആ ട്രെയിലറിൽ കാണുന്ന പോലെ പ്രണയം പൊട്ടുന്നു അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഥ ആ ട്രെയിലർ എന്താണോ അവർ പറയുന്നത് 2 മണിക്കൂറിൽ പറഞ്ഞു പോകുന്നത്. ഒരു ബെറ്റർ മൂവി, 2 hours കാണും. കൂടുതലും യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൃത്തായ സ്ത്രീ, ഒരു 80s നിൽക്കുന്ന ഒരു സ്ത്രീയും അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരും ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ത്രീ, ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ്, സാധാരണ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ളവരുടെ പടങ്ങളിൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, യങ്സ്റ്റാറിൻ്റെ പടത്തിന് വരുന്നത് വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു ഈ പടം പ്രേമലുവിന് മുമ്പെടുത്തതാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ആ ഒരു നസ്ലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രേമലുവിന് മുമ്പുണ്ടായിരുന്ന ഒരു കരത്തിലായിട്ട് ഞാൻ പറയുമായിരുന്നു. പോത്തനൊക്കെ ഉണ്ട്, ദിലീഷ് പോത്തനില്ലാത്തൊരു മലയാളം പടം ഇപ്പോൾ ഇല്ല. ജോണി ആൻ്റണിയും ദിലീഷ് പോത്തനും രണ്ടുപേരും മലയാളം പടത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഒരു പടം ഉണ്ടെങ്കിൽ 2 പേരും, നേരത്തെ അജു വർഗീസ് ഇവരുടെയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഇവരുടെ തല കാണും. നസ്ലി ആ ഒരു സെയിം ബോഡി ലാംഗ്വേജ്, IT പ്രൊഫഷൻസ് ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അവർ സ്ട്രഗിൾ ചെയ്യുന്ന, അതായത് ഫൈനൽ ഇയറിലോട്ട് എത്തുമ്പോൾ പേപ്പർ പെയിൻറ്റിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. കാസ്റ്റിംഗ് ഒക്കെ പക്കയായിരുന്നു. അങ്ങനെ ഒരു വെറുപ്പിക്കുന്ന കാസ്റ്റിങ്ങുകളൊന്നും ഞാൻ കണ്ട. ആ കഥാപാത്രങ്ങൾ എടുത്തിരിക്കുന്നവർ അത് വൃത്തിക്ക്, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുപ്പിക്കുന്ന കഥാപാത്രം അയാൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അറിയാമല്ലോ. ഗിരീഷിൻ്റെ പടങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ തന്നെ പുള്ളി പുതിയതായിട്ട് ആരെയും അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ആ സെയിം ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഇയാളുടെ പടം മറ്റേ പടത്തിൽ കണ്ടല്ലേ, അയാൾ ഈ പടത്തിലുണ്ടായിരുന്ന നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. ഒരു സമയം പോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.